ഓം ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് 83-ാമത്തെ പാഠഭാഗമാണ് പറയുന്നത്. ഇന്ന് 880 മുതൽ 889 വരെയുള്ള 10 നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നോക്കാം. നാമം 880 സംസാര പങ്കനിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. ഓം സംസാര പങ്കനിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിതായൈ നമഃ. സംസാര അധികം പങ്ക അധികം നിർമ്മഗ്ന അധികം സമുദ്ധരണ അധികം പണ്ഡിത എന്ന് പദം പിരിക്കാം. സംസാരമാകുന്ന, അതായത് ലൗകിക ജീവിതമാകുന്ന പങ്കത്തിൽ, പങ്കമെന്ന് വെച്ചാൽ ചളി, നിർമ്മഗ്നരായവരെ, അതായത് മുങ്ങിപ്പോയവരെ സമുദ്ധരിക്കാൻ, അതായത് ഉയർത്തിയെടുക്കാൻ, അതിൽ പാണ്ഡിത്യം, അതായത് സാമർഥ്യമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ലൗകിക സുഖങ്ങളിൽ മുങ്ങി കരകയറാനാകാതെ ഉഴറുന്ന ഭക്തനെ ദേവിയെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ ദേവി കരകയറ്റുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. മനുഷ്യൻ്റെ സംസാര ദുഃഖത്തിൻ്റെ കാരണം അജ്ഞാനമാണ്. അജ്ഞാനമാകുന്ന ചളിക്കുഴിയിൽ വീണുപോയ ഭക്തനെ രക്ഷിക്കുന്നതിന് ദേവി സമർത്ഥയാണ്. അവനെ ജ്ഞാനവും വിവേകവും നൽകി രക്ഷിക്കുന്നത് ദേവിയാണ്. ദേവിയെക്കുറിച്ചുള്ള സ്മരണ മാത്രം കൊണ്ട് തന്നെ ഭക്തനെ ദേവി അനുഗ്രഹിക്കുന്നു. ജനന മരണങ്ങൾ ആവർത്തിച്ച് വരുന്നതിനെ സംസാര ദുഃഖം എന്ന് പറയുന്നു. എത്ര തന്നെ സംസാര ദുഃഖങ്ങളിൽ മുങ്ങിയിരിക്കുന്നവരായാലും ദേവിയെ സ്മരിച്ചാൽ തന്നെ ദേവി കരകയറ്റുമെന്ന് കൂർമ്മപുരാണം പറയുന്നു. യേ മനാഗപി സർവാണി സ്മരന്തി ശരണാർത്ഥിനഃ ദുസ്തര പാര സംസാരസാഗരേ ന പതന്തിതേ എന്ന്. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭക്തിയോഗമെന്ന 12-ാം അധ്യായത്തിൽ 6-7 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നു: ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യുസംസാരസാഗരാത് ഭവാമിന ചിരാത് പാർത്ഥ മയ്യാവേശിതചേതസാം. ആരാണോ സർവകർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി മാറാത്ത ആ ഒരേ ഒരു ലക്ഷ്യത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് പരമ്പൊരുളായ എന്നെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്നത്, എന്നിൽ തന്നെ ഊന്നിയ മനോവൃത്തികളോട് കൂടിയ അവർക്ക്, ഹേ അർജുന, ഞാൻ വൈകാതെ സംസാര ദുരിതങ്ങളിൽ നിന്ന് അവരെ കരകയറ്റുന്നു എന്നർത്ഥം. ദേവിയെ ശരണാർത്ഥിയായ ഒരാൾ ഭക്തിയോടെ സ്മരിച്ചാൽ തന്നെ അവനെ ദുരിതക്കടലിൽ നിന്നും കരകയറ്റുന്നു എന്ന് അർത്ഥം. നാമം 881 യജ്ഞപ്രിയ. ഓം യജ്ഞപ്രിയായൈ നമഃ. യജ്ഞ അധികം പ്രിയ എന്ന് പദം പിരിക്കാം. യജ്ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം. യജ്ഞങ്ങൾ എന്നാൽ യാഗങ്ങൾ എന്നാണ് അർത്ഥം. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം എന്നീ 5 പ്രകാരത്തിൽ യജ്ഞങ്ങളുണ്ട്. ഒരു ഗൃഹസ്ഥൻ ഇവ 5ഉം അനുഷ്ഠിക്കണമെന്ന് സ്മൃതികൾ പറയുന്നു. ബ്രഹ്മയജ്ഞം സാധ്യായമായുള്ളതും, അതായത് പഠിക്കേണ്ടതും, ദേവയജ്ഞം അഗ്നിഹോത്രം മുതലായ ഹോമരൂപത്തിലും, മനുഷ്യയജ്ഞം അതിഥി സൽക്കാര രൂപത്തിലും, പിതൃയജ്ഞം പിതൃതർപ്പണ രൂപത്തിലും, ഭൂതയജ്ഞം ഭൂതബലിയുടെ രൂപത്തിലും അനുഷ്ഠിക്കേണ്ടതാണ്. ഈശ്വരൻ യജ്ഞരൂപനാണ് എന്നും യജ്ഞമാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരമെന്നും ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്.
ജ്ഞാനകർമ്മ സന്യാസ യോഗമെന്ന 4-ാം അധ്യായത്തിൽ 24 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളിൽ യജ്ഞമാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരമെന്ന് ഭഗവാൻ വിവരിക്കുന്നുണ്ട്. ഏവം ബഹുവിധ യജ്ഞ വിദത ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ എന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. വിവിധ തരത്തിലുള്ള യജ്ഞങ്ങളുടെ മാർഗങ്ങൾ പലതാണെങ്കിലും ചെന്നെത്തുന്ന ലക്ഷ്യമൊന്നാണ്, ആ ബ്രഹ്മം തന്നെയാണ്. ലോക സംഗ്രഹാർത്ഥം ചെയ്യുന്ന നിഷ്കാമ കർമ്മങ്ങളെല്ലാം യജ്ഞമാണ്. ആത്മദർശിക്ക് ജീവിതം തന്നെ യജ്ഞമാണെന്ന് വ്യാഖ്യാനം. യജ്ഞോ വൈ വിഷ്ണു എന്ന് ശ്രുതികൾ പറയുന്നു. യജ്ഞം വിഷ്ണു സ്വരൂപമാണ്. വിഷ്ണുവിൻ്റെ സഹോദരിയായ ദേവിക്ക് യജ്ഞത്തെ പ്രിയമുള്ളവൾ എന്നും യജ്ഞത്തെ ഇഷ്ടപ്പെടുന്ന വിഷ്ണു സഹോദരി എന്നും അർത്ഥം കാണുന്നു. യജ്ഞത്തിന് അഗ്നി എന്നും അർത്ഥമുള്ളതുകൊണ്ട് അഗ്നിയെ ഇഷ്ടപ്പെടുന്നവളെന്നും അർത്ഥം. ദേവി ഗോവിന്ദ സ്വരൂപിണിയും പത്മനാഭ സഹോദരിയും നാരായണിയും വൈഷ്ണവിയും വിഷ്ണുരൂപിണിയും ആകയാൽ യജ്ഞരൂപിണിയും യജ്ഞപ്രിയയും യജ്ഞകർത്രിയും ദേവി തന്നെയാണെന്ന് പറയുന്നു. ദേവി മാഹാത്മ്യത്തിലെ ഏകാദശോധ്യായത്തിൽ ത്വം വൈഷ്ണവി ശക്തിരനന്തവീര്യ എന്ന് സ്തുതിക്കുന്നു. ശ്ലോകം 4. ദേവി അനന്തവീര്യയായ വൈഷ്ണവി ശക്തിയാണ്. വിഷ്ണു സ്വരൂപമായ യജ്ഞത്തെ ഇഷ്ടപ്പെടുന്ന വിഷ്ണു സഹോദരി എന്ന് അർത്ഥം. യജ്ഞങ്ങളിൽ ജപയജ്ഞമാണ് ഏറ്റവും കാതലായ യജ്ഞം. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിലെ വിഭൂതി യോഗമെന്ന 10-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിൽ പറയുന്നു. ജപയജ്ഞത്താൽ ദേവി ഭക്തൻ്റെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരുന്നു. ഈ ജപയജ്ഞത്തിന് ലളിതാ സഹസ്രനാമം തന്നെ ധാരാളം മതി. നാമം 882 യജ്ഞകർത്രേ. ഓം യജ്ഞകർത്രൈ നമഃ. യജ്ഞ അധികം കർത്രേ എന്ന് പദം പിരിക്കാം. യജ്ഞമെന്നാൽ യാഗങ്ങൾ അഥവാ പൂജകൾ. കർത്രേ എന്നാൽ ചെയ്യുന്നവൾ. യജ്ഞകർത്താവായി സ്വയം പല യജ്ഞങ്ങളെ ചെയ്യുന്നവൾ. പിഴവുകൾ കൂടാതെ യാഗം ചെയ്യാൻ നിർദ്ദേശങ്ങൾ നൽകി നിർവഹിപ്പിക്കുന്നവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥം കാണുന്നു. യജ്ഞം ചെയ്യിപ്പിക്കുന്നവരെ യജ്ഞ യജമാനർ എന്ന് പറയും. യജമാനർ പരമശിവൻ്റെ രൂപത്തിലും യജമാന പത്നിയെ ദീക്ഷ എന്ന പേരിലും അവരുടെ പുത്രനെ സന്താനൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ലിംഗപുരാണത്തിൽ യജമാനാത്മകോ ദേവോ മഹാദേവോ ബുധൈ പ്രഭു ഉഗ്ര ഇത്യുച്യതേ തദ്ഭിരീശാനശ്ചേതി ചാപരൈ ഉഗ്രാഹവയസ്യ ദേവസ്യ യജമാനാത്മന പ്രഭോ ദീക്ഷാപത്നി ബുധൈരുക്ത സന്താനാക്യസ്തദാത്മജ എന്നും വായുപുരാണത്തിൽ ഉഗ്രതനു സപ്തമീയ ദീക്ഷിതൈ ബ്രാഹ്മണൈ സഹ ദീക്ഷാപത്നി സ്മൃത തസ്യ സന്താന പുത്ര ഉച്യതേ എന്നും പറയുന്നു. ദേവി യജ്ഞശാലയിൽ വന്ന് ഗുരുവിൻ്റെ രൂപത്തിലും യജ്ഞാചാര്യൻ്റെ രൂപത്തിലും വർത്തിക്കുന്നതായി വ്യാഖ്യാനം കാണുന്നു. നാമം 883 യജമാന സ്വരൂപിണി. ഓം യജമാന സ്വരൂപിണ്യൈ നമഃ. യജമാന അധികം സ്വരൂപിണി എന്ന് പദം പിരിക്കാം. യജമാനൻ്റെ രൂപം ധരിച്ചവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം. യജമാനൻ ആരാണെന്ന് നോക്കാം. യാഗം നടത്തിക്കുന്ന ആളാണ് യജമാനൻ. എല്ലാ യജ്ഞങ്ങളും ദേവിയുടെ ഹിതമനുസരിച്ചാണ് നടക്കുന്നത്. അതിനാൽ എല്ലാ യജ്ഞങ്ങൾക്കും കാരണഭൂതയാകുന്നത് ദേവിയാണ്. യാഗം ചെയ്യാൻ വ്രതനിഷ്ഠയോടെയുള്ള ദീക്ഷയെടുത്ത യജമാനൻ വേണം.
ആ യജമാനനും ദേവി തന്നെയാണ്. അഷ്ടമൂർത്തിയായ പരമശിവൻ്റെ 8 മൂർത്തികളിൽ ഒന്നാണ് യജമാനൻ. അപ്പോൾ ശിവഭഗവാന്റെ അർത്ഥാംഗരൂപിണിയായ ദേവിക്ക് യജമാന രൂപത്വം ലഭ്യമാകുന്നു. യജ്ഞത്തിൻ്റെ മുഴുവൻ ചുമതലകളും ഏറ്റെടുത്ത് അതിനെ നിയന്ത്രിക്കുന്ന ആളാണ് യജമാനൻ. അത് ദേവി തന്നെയാണ്. യജ്ഞം നടത്തുമ്പോൾ യജമാനനോടൊപ്പം യജമാന പത്നിയും യജ്ഞദീക്ഷയിൽ പങ്കെടുക്കണം. മുൻ നാമത്തിൽ പറഞ്ഞതുപോലെ പുരാണങ്ങളിൽ യജമാനനായ പരമശിവൻ്റെ പത്നിയെ ദീക്ഷ എന്നും പുത്രനെ സന്താനൻ എന്നും അറിയപ്പെടുന്നു. പരമശിവൻ്റെ അഷ്ടരൂപങ്ങളിൽ 8ാമത്തെ രൂപമാണ് യജമാനമൂർത്തി എന്നുള്ളത്. ചില വ്യാഖ്യാനങ്ങളിൽ യജമാനമൂർത്തിയെ ദീക്ഷിതർ എന്നും പറഞ്ഞു കാണുന്നു. ദീക്ഷിതമൂർത്തിയുടെ പത്നിയെ ദീക്ഷ എന്നും സ്വരൂപിണി എന്നതിന് ആത്മാവിൻ്റെ രൂപം ധരിച്ചവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. പഞ്ചഭൂതങ്ങളും കൂടാതെ സൂര്യൻ, ചന്ദ്രൻ, ആത്മാവ് എന്നിവ കൂടി ചേർന്നതാണ് മഹാദേവൻ്റെ അഷ്ടമൂർത്തി രൂപമെന്ന് മുനിശ്രേഷ്ഠന്മാർ പറയുന്നുവെന്ന് ലിംഗപുരാണം പറയുന്നതായി സൗഭാഗ്യഭാസ്കര ഭാഷ്യത്തിലുണ്ട്. ഇതിൽ മഹാദേവൻ്റെ 8ാമത്തെ രൂപമാണ് യജമാനനും ആത്മാവും. ദേവി യജമാന സ്വരൂപിണിയായും യജമാന പത്നി രൂപത്തിലും വർത്തിക്കുന്നു. നാമം 884 ധർമാധാര. ഓം ധർമാധാരായൈ നമഃ. ധർമ്മ അധികം ആധാര എന്ന പദം പിരിക്കാം. ധർമ്മത്തിന് ആധാരമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേത് ധർമ്മമാണ്. പരമ്പരാഗതമായി ശിഷ്ടന്മാരാൽ ആചരിക്കപ്പെട്ടു വരുന്നതും വേദങ്ങളിൽ വിധിക്കപ്പെട്ടതുമായ ദേശ ആചാരങ്ങളാണ് ധർമ്മങ്ങൾ. അതായത് വേദവിരുദ്ധമല്ലാത്ത പരമ്പരയാ അനുഷ്ഠിച്ചു വരുന്ന ശിഷ്ടാചാരമാണ് ധർമ്മം. അതിന് ആധാരമായവൾ, അതായത് അടിസ്ഥാനമായവൾ ദേവിയാണ് എന്നർത്ഥം. ധർമ്മത്തിൻ്റെ ഇരിപ്പിടമെന്നും അർത്ഥമുണ്ട്. ദേശകാലങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തിപരവും സാമൂഹികവുമായ നീതിയും മര്യാദയുമാണ് ധർമ്മം. അത്തരം ആചാരങ്ങളുടെ ഫലസിദ്ധിയിൽ ദേവിയെ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് അനുപേക്ഷണീയമാകുന്നു. സംവർത്ത സ്മൃതി ധർമ്മത്തെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: യസ്മിൻ ദേശേയ ആചാര പാരമ്പര്യക്രമാഗതഃ ആമ്നായൈര വിരുദ്ധശ്ച സധർമ്മ പരികീർത്തിത. ഓരോ ദേശത്തും ജ്ഞാനികളുടെ പരമ്പരയാൽ കൈമാറി വരുന്ന വേദവിരുദ്ധമല്ലാത്തതും നീതിപൂർവവുമായ ആചാരങ്ങളെ ധർമ്മമെന്ന് പറയുന്നു. മറ്റൊരു പദച്ഛേദം ഇങ്ങനെയാണ്: ധർമ്മ അധികം ആ അധികം ധാര എന്ന്. ആ എന്നാൽ എല്ലായിടത്തും, ധാര എന്നാൽ നീരൊഴുക്ക്. അങ്ങനെയാകുമ്പോൾ ധർമ്മം അഥവാ നീതി അല്ലെങ്കിൽ ധാർമ്മികത്വം എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദിശകളിലേക്കും നീരൊഴുക്ക് പോലെ, അരുവി പോലെ നിറഞ്ഞൊഴുകുന്നതായി വ്യാഖ്യാനം കാണുന്നു. അതിൻ്റെ അർത്ഥം ദേവി സർവവ്യാപിയാണെന്നാണ്. തൈത്തിരീയോപനിഷത്തിൽ 1-ാം അധ്യായം 11-ാം അനുവാകത്തിൽ 3-ാം മന്ത്രം അഥ യദിതേ കർമ്മ വിജിക്സ വാ വൃത്ത വിജിക്സ വാ സ്യാദ് യേ തത്ര ബ്രാഹ്മണാ സമ്മർശിനഃ യുക്താ ആയുക്താ അലുക്ഷാ ധർമ്മകാമാ സ്യു യഥാ ത്രേ തത്ര വർത്തേരൻ എന്നാണ്. ഭൗതിക ജീവിതത്തിൽ ചിലപ്പോൾ കർത്തവ്യങ്ങളെപ്പറ്റിയും ആചാരങ്ങളെപ്പറ്റിയും സംശയം വരാറുണ്ട്. ആ സമയത്ത് യഥാർത്ഥ
മഹാത്മാക്കൾ എങ്ങനെ പെരുമാറി എന്ന് നോക്കി അതേപോലെ പെരുമാറുകയാണ് ഉത്തമം. ധർമാധിഷ്ഠിതമായ നിയമങ്ങൾ ധാർമ്മികമായ ജീവിതം ആഗ്രഹിക്കുന്ന ആരും ലംഘിക്കാൻ പാടില്ല. മഹാനാരായണോപനിഷത്ത് 79 അനുഭാഗം 7 മന്ത്രം. ധർമ്മോ വിശ്വസ്യ ജഗതഃ പ്രതിഷ്ഠാ ലോകേ ധർമ്മിഷ്ടം പ്രജ ഉപസർപ്പന്തി ധർമ്മേണ പാപം അപനുദതി ധർമ്മേ സർവം പ്രതിഷ്ഠിതം തസ്മാ ധർമ്മം പരമം വദന്തി എന്ന്. സർവജഗത്തിൻ്റെയും ആധാരം, അതായത് ആശ്രയം, ധർമ്മമാണ്. പ്രപഞ്ചത്തിൽ ധർമ്മിഷ്ഠനെ പ്രജകൾ സമീപിക്കുന്നു. ധർമ്മത്താൽ പാപം നശിക്കുന്നു. എല്ലാം, അതായത് സകലതും ധർമ്മത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. അതുകൊണ്ട് ധർമ്മം ശ്രേയസ്കരമായ ഒന്നാണെന്ന് ജ്ഞാനികൾ പറയുന്നു. അതാണ് ദേവീ ചൈതന്യം. ധർമ്മങ്ങൾ വേദവിഹിതങ്ങളായ ആചാരങ്ങളാണ്. നാമം 885 ധനാധ്യക്ഷ. ഓം ധനാധ്യക്ഷായൈ നമഃ. ധന അധികം അധ്യക്ഷ എന്ന് പദം പിരിക്കാം. ധനത്തിന് അധ്യക്ഷയായവൾ എന്നാണ് അർത്ഥം. സർവധനത്തിനും സ്വാമിനിയായവൾ, ഐശ്വര്യദേവത, സർവസമ്പത്തിനെയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൾ, ധനത്തിന് അധിപതിയായ കുബേരൻ്റെ രൂപം സ്വീകരിച്ചവൾ എന്നെല്ലാം അർത്ഥമുണ്ട്. പുരുഷാർത്ഥങ്ങളിൽ രണ്ടാമത്തേതാണ് അർത്ഥം. അർത്ഥമെന്നാൽ ധനമാണ്. ധനത്തിൻ്റെ സ്വാമിനിയായി ധനവിനിയോഗം ശ്രദ്ധിക്കുന്നവളാണ് ദേവി. ധനത്തിൻ്റെ അധിപതിയായ കുബേരൻ കടുത്ത ദേവീഭക്തനാണ്. ഭക്തനും ഭക്തിയും ആരാധനാമൂർത്തിയും ഒന്നാകയാൽ കുബേരനിലും, അതായത് ധനത്തിൻ്റെ അധിപതിയായും ദേവി സ്ഥിതി ചെയ്യുന്നതായി വ്യാഖ്യാനം കാണുന്നു. നാമം 886 ധനധാന്യ വിവർദ്ധിനി. ഓം ധനധാന്യ വിവർദ്ധിന്യൈ നമഃ. ധന അധികം ധാന്യ അധികം വിവർദ്ധിനി എന്ന് പദം പിരിക്കാം. ധനത്തെയും ധാന്യത്തെയും വിശേഷേണ വർദ്ധിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിന് അർത്ഥം. ധനമുണ്ടെങ്കിലേ ധാന്യങ്ങളെ നേടാൻ സാധിക്കുകയുള്ളൂ. രണ്ടിനെയും വേണ്ട തരത്തിൽ ലഭ്യമാക്കി ദേവി ഭക്തനെ അനുഗ്രഹിക്കുന്നു. ദേവി സമ്പത്കാരിണി എന്നും വ്യാഖ്യാനം. നാമം 887 വിപ്രപ്രിയ. ഓം വിപ്രപ്രിയായൈ നമഃ. വിപ്ര അധികം പ്രിയ എന്ന് പദം പിരിക്കാം. വിപ്രൻ എന്നാൽ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം. വിപ്രപ്രിയ എന്നാൽ വിപ്രന്മാർക്ക് ഇഷ്ടമുള്ളവൾ എന്നും വിപ്രന്മാരെ ഇഷ്ടപ്പെടുന്നവളെന്നും വ്യാഖ്യാനം. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ജന്മന ബ്രാഹ്മണോ ജ്ഞേയ സംസ്കാരൈ ദ്വിജ ഉച്യതേ വിദ്യയാ യാതി വിപ്രത്വം ത്രിഭി ശ്രോത്രിയ ഉച്യതേ. ഈ അവസാനത്തെ വരിയിൽ ത്രിഭി ശ്രോത്രിയ ലക്ഷണം എന്നും വ്യാഖ്യാനത്തിൽ കാണുന്നുണ്ട്. 2 തരത്തിലും കാണുന്നു. ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും സംസ്കാര കർമ്മങ്ങൾ കൊണ്ട് ദ്വിജനായിത്തീരുന്നു. എങ്കിലും വേദാന്തങ്ങൾ ഗ്രഹിച്ച് അതനുസരിച്ച് ആത്മവിദ്യ നേടി വിപ്രനാകുമ്പോഴാണ് ദേവി അവരിൽ പ്രസാദിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഷഡ്കർമ്മനിരതനായ വിപ്രനാണ് ശ്രോത്രിയൻ. വിദ്വാൻമാരായ വേദാന്ത പണ്ഡിതരായ വിപ്രന്മാരോട് ദേവിക്ക് അത്യന്തം പ്രിയമുണ്ടെന്നർത്ഥം. വിപ്രൻ എൻ്റെ ശരീരം തന്നെയാണെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. അവന് വിദ്യയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പ്രിയനാണ്. വിഷ്ണു സഹസ്രനാമം 670 നാമം ബ്രാഹ്മണപ്രിയ എന്നാണ്. അതിൽ ശ്രീ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം ബ്രഹ്മത്തെ അറിയുന്ന ബ്രാഹ്മണരെക്കുറിച്ചാണ് പറയുന്നത് എന്നും ബ്രാഹ്മണരാൽ പ്രിയപ്പെട്ടവൻ എന്നും അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നു.
നാമം 888 വിപ്രരൂപ. ഓം വിപ്രരൂപായൈ നമഃ. വിപ്ര അധികം രൂപ എന്ന് പദം പിരിക്കാം. ആത്മജ്ഞാനം നേടിയ വിപ്രരുടെ രൂപം ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ ജ്ഞാനിയായ വിപ്രൻ ദേവി തന്നെയാണെന്നും ദേവി ജ്ഞാനസ്വരൂപിണിയാണെന്നും താൽപ്പര്യം. വേദാന്ത വിജ്ഞാനിയായ വിപ്രനെ സായുജ്യം നൽകി ദേവി തന്നോട് ചേർക്കുമെന്ന് അർത്ഥം. വിപ്രന്മാരെ രൂപപ്പെടുത്തുന്നവൾ എന്നും ദേവിയെ ആരാധിക്കുന്ന വിപ്രനുണ്ടാകുന്ന പോരായ്മകൾ പരിഹരിച്ച് ആ വ്യക്തിയെ സംരക്ഷിക്കുന്നവളെന്നും വ്യാഖ്യാനം കാണുന്നു. നാമം 889 വിശ്വഭ്രമണകാരിണി. ഓം വിശ്വഭ്രമണകാരിണ്യൈ നമഃ. വിശ്വ അധികം ഭ്രമണ അധികം കാരിണി എന്ന് പദം പിരിക്കാം. വിശ്വഭ്രമണകാരിണി എന്നാൽ വിശ്വത്തെ ഭ്രമണം ചെയ്യിക്കുന്നവൾ അഥവാ വിശ്വത്തിൻ്റെ ഭ്രമണത്തിന് കാരണമായവൾ എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഭ്രമണം എന്ന് പറയുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാര രൂപേണയുള്ള ചംക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത്. എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട വിശ്വത്തെ അനേകകാലം നിലനിർത്തുന്നതും സൃഷ്ടിസ്ഥിതി ലയ രൂപത്തിൽ പ്രവർത്തിപ്പിക്കുന്നതും ഭ്രമണത്തിൽ പെടുത്തുന്നതും ദേവിയാണ്. ശ്വേതാശ്വതരോപനിഷത്ത് 6-ാം അധ്യായത്തിൽ 1-ാം മന്ത്രം സ്വഭാവമേകേ കവയേ വദന്തി കാലം തഥാന്യേ പരിമുഹ്യമാനാ ദേവസ്യൈഷ മഹിമാതു ലോകേ നേദം ഭ്രാമ്യതേ ബ്രഹ്മചക്രം എന്ന് പറയുന്നു. ഈ പ്രപഞ്ചത്തിന് കാരണം സ്വഭാവമാണ്. സ്വഭാവം എന്നാൽ പ്രകൃതിയാണ് കാരണമെന്ന് ചില ജ്ഞാനികളും കാലമാണ് കാരണമെന്ന് മോഹാധീനരായ മറ്റു ചിലരും പറയുന്നു. എന്നാൽ ഈ ബ്രഹ്മചക്രം തിരിയുന്നതിനുള്ള കാരണം ബ്രഹ്മമാണ്, അതിൻ്റെ ശ്രേഷ്ഠതയാണ്. ബ്രഹ്മം ദേവി തന്നെയാകയാൽ ഈ വിശ്വത്തിൻ്റെ ഭ്രമണകാരണം ദേവിയാണെന്നർത്ഥം. ശ്രീമദ് ഭഗവത്ഗീതയിൽ മോക്ഷസന്യാസ യോഗമെന്ന 18-ാം അധ്യായത്തിൽ 61-ാമത്തെ ശ്ലോകം ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്നുണ്ട്. അർജുന, യന്ത്രത്തിൽ കയറിയിട്ടുള്ള എല്ലാ പ്രാണികളെയും മായ കൊണ്ട് ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നവനായിട്ട് ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ നിലകൊള്ളുന്നു. വിശ്വം എന്നാൽ വിഷ്ണു എന്നാണ് അർത്ഥം. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം ആണത്. മായാശക്തി കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൻ്റെ ചൈതന്യമായി അതിൽ സ്വയം പ്രവേശിക്കുന്നത് എന്നാണ് വിശ്വം എന്ന നാമത്തിൻ്റെ ഒരർത്ഥം. വിഷ്ണുവിനെ ഭ്രമിപ്പിക്കുന്നവൾ എന്ന് മറ്റൊരർത്ഥം. കാളിക പുരാണത്തിലെ ഒരു കഥ ഇതിനുദാഹരണമായിട്ടുണ്ട്. ഒരിക്കൽ വിഷ്ണു ഭഗവാൻ ഗരുഡാരൂഢനായി കാമരൂപ രാജ്യത്ത് കൂടി പോകവേ നീലാചലവാസിനിയും കാമാഖ്യയുമായ ദേവിയെ ആദരിക്കാൻ മറന്നുപോയി. ദേവി കോപത്താൽ ഭഗവാൻ സമുദ്രത്തിൽ പതിച്ചു. സമുദ്രത്തിലെ ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ അതിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നു. നാരദനിൽ നിന്നും ഈ വിവരം ലഭിച്ച ലക്ഷ്മി ദേവി ജഗന്മാതാവിനെ പ്രസാദിപ്പിച്ച് വിഷ്ണു ഭഗവാനെ ഭ്രമണത്തിൽ നിന്നും മോചിപ്പിച്ചു. വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടി മഹാദേവിയെ കണ്ട് വന്ദിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. വിഷ്ണു ഭഗവാനെ, അതായത് വിശ്വത്തിന് ഭ്രമണത്തിന് കാരണക്കാരിയായതിനാൽ വിശ്വഭ്രമണകാരിണി എന്ന് നാമമുണ്ടായി എന്നും വ്യാഖ്യാനം കാണുന്നു. വിശ്വഭ്രമണകാരിണി. 888 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു. ഇനി 890 മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച പറയാം.
31-ാം തീയതി. ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി. ഓം ശ്രീ മഹാദേവിയൈ നമഃ.